ആദ്യം തന്നെ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളിലേക്കാണ്. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല ഇന്ന് രാവിലെ 9:15 ശുദ്ധ പുണ്യാഹത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2:15 ഉച്ചപൂജയ്ക്ക് ശേഷമാണ് പൊങ്കാല നിവേദ്യം. 350 പൂജാരിമാരെ നിവേദ്യത്തിനായി നിയോഗിച്ചിട്ടുണ്ട്. ചന്ദ്രഗ്രഹണ മാസം ആയതിനാൽ വൈകിട്ട് 3:10 മുതൽ രാത്രി 7 മണി വരെ നട അടയ്ക്കും. ശേഷം 10:45 പുറത്തെഴുന്നള്ളിപ്പ് ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രമുറ്റത്ത് നിന്നും സനിസയുണ്ട്. സനിസ, ഗുഡ് മോർണിംഗ്. ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങൾ എങ്ങനെയാണ്? ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടക്കുന്നുണ്ടോ? ഈ ചടങ്ങുകൾ എപ്പോഴാണ് തുടങ്ങുക? അരുണ്യ, കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രത്തിന്റെ അന്നാണ് ഈ പൊങ്കാല മഹോത്സവം ആരംഭിച്ചത്. ഇന്നിതാ 9ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഇന്ന് പൂരവും പൗർണമിയും ഒത്തുചേരുന്ന ദിനമാണ്. ഇന്നാണ് ആറ്റുകാൽ അമ്മയ്ക്ക് ജനങ്ങൾ, ഭക്തർ പൊങ്കാല അർപ്പിക്കുന്നത്. 9:15 തന്നെ ചടങ്ങുകൾ ശുദ്ധ പുണ്യാഹ ചടങ്ങോടുകൂടി തന്നെ ഈ ചടങ്ങുകളൊക്കെ തുടങ്ങും. ആ സമയത്ത് തന്നെ തോറ്റംപാട്ട്, ഇവിടെ കഴിഞ്ഞ 9 ദിവസവും തോറ്റംപാട്ട് ഉണ്ടായിരുന്നു. ഇന്ന് കണ്ണകി ചരിതമാണ് തോറ്റംപാട്ടുകാർ പാടുക. ഈ കണ്ണകി ചരിതത്തിൽ പാണ്ഡ്യരാജാവിനെ വധിക്കുന്ന ഭാഗം എത്തുമ്പോഴാണ് ഔദ്യോഗികമായിട്ട് ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ചടങ്ങുകൾ തുടങ്ങുക. ഇത്തരത്തിൽ ആ ഒരു സമയത്ത് 9:45 ക്ഷേത്ര തന്ത്രിയുടെ നേതൃത്വത്തിൽ മേൽശാന്തി ഈ ശ്രീകോവിലിൽ ദീപം തെളിയിക്കും. ഈ ദീപം ക്ഷേത്ര തിടപ്പള്ളിയിലും ശ്രീകോവിലിലെ പൊങ്കാലയടുപ്പിലും പകരും. ശേഷം സഹമേൽശാന്തിക്ക് ഈ ദീപം കൈമാറും. ഈ ദീപം കൈമാറുന്നതോടെ സഹമേൽശാന്തി അത് വലിയ തിടപ്പള്ളിയിലും ശേഷം ഇവിടെ അടുപ്പ് വെട്ടിയിട്ടുണ്ടാകും. ഈ തോറ്റംപാട്ടുകാർ പാടുന്നതിന്റെ തൊട്ടു മുൻപിലായിട്ട് അടുപ്പ് വെട്ടിയിട്ടുണ്ടാവും. ആ പണ്ടാര അടുപ്പിലേക്ക് സഹമേൽശാന്തി അത് പകരും. ശേഷം വായ്ക്കുരവകളുടെ താളത്തോടു കൂടി അത് ഭക്തജനങ്ങളുടെ ഓരോ പൊങ്കാല അടുപ്പിലേക്കും ആ ദീപം, ആ വെളിച്ചം, ആ തീ പകരും. പിന്നീട് നൈവേദ്യം ഉണ്ടാക്കാനുള്ള തിരക്കാണ്. പലതരത്തിലുള്ള നൈവേദ്യമാണ് ദേവിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഭക്തജനങ്ങൾ ഒരുക്കുക. അതിൽ തെരളി ഉണ്ടാകും, വണ്ടപ്പുറ്റുണ്ടാകും, ചോറുണ്ടാകും, പായസം ഉണ്ടാകും. അങ്ങനെ ഇതിന് പിന്നിൽ ഓരോ വികാരങ്ങളും ഉണ്ടാകും. അവരുടെ രോഗശാന്തിക്ക് വേണ്ടി ചിലർ പൊങ്കാലയിടുന്നുണ്ടാകും, വർഷങ്ങളായി പൊങ്കാലയിടുന്നവരുണ്ടാകും. ഈ എല്ലാ വിഭവങ്ങളും ദേവിക്ക് സമർപ്പിക്കുന്നവരും ഉണ്ടാകും. കൂടാതെ ദേവിയോട് എന്തെങ്കിലും വിഷമം, ദുഃഖം അറിയിച്ചതിനു ശേഷം അത് നടന്നാൽ അതിന്റെ സ്നേഹസൂചകമായി പൊങ്കാല അർപ്പിക്കുന്നവരുണ്ടാകും. ദുഃഖവും വിഷമവും പരിഭവവും അതുപോലെ എല്ലാ വികാരങ്ങളും, രോഗശാന്തിക്കും രോഗം വരാതിരിക്കാനും കുട്ടികൾ ഉണ്ടാകാനും, അങ്ങനെ ദേവിയോട് എല്ലാവിധ ദുഃഖങ്ങളും ഈ സ്ത്രീജനങ്ങൾ അർപ്പിക്കുന്ന, ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന ഒരു ദിനമാണ് ഈ പൊങ്കാല ദിനം. ഇതിന്റെ ഐതിഹ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ആദ്യം ഏറ്റവും പ്രചാരത്തിലുള്ള ഒരു ഐതിഹ്യം അത് കണ്ണകിയുമായി ബന്ധപ്പെട്ടതാണ്. കണ്ണകി തന്റെ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് വധിച്ച ശേഷം മധുരാപുരി ആകെ കത്തിച്ച് തീഗോളമാക്കി. അവിടെ നിന്ന് കണ്ണകി ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു. ആ കണ്ണകിയുടെ കോപാഗ്നി ആറ്റാൻ വേണ്ടി ഇവിടുത്തെ ഭക്തജനങ്ങൾ, അമ്മയെ ശാന്തിയിൽ ആറ്റാൻ വേണ്ടി ഇവിടുത്തെ ഭക്തജനങ്ങൾ നിവേദ്യം നൽകി, ഭക്തിയോടെ നിവേദ്യം നൽകി അമ്മയെ ശാന്തയാക്കി സ്വീകരിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന് മഹിഷാസുര വധമാണ്. ഈ മഹിഷാസുരനെ വധിച്ച ശേഷം മഹിഷാസുര മർദ്ദിനിയായിട്ട് അമ്മ അത്രയും കോപത്തോടെ നിൽക്കുന്ന സമയം അമ്മയെ വീണ്ടും കോപത്തിൽ നിന്ന് മുക്തയാക്കാൻ വേണ്ടി ഭക്തജനങ്ങളായിട്ടുള്ള സ്ത്രീകൾ ഇതുപോലെ പൊങ്കാല നൈവേദ്യം അർപ്പിച്ച് അമ്മയുടെ കോപം അകറ്റി സ്വീകരിച്ചു എന്നതാണ് മറ്റൊരു പ്രചാരണത്തിലുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ അമ്മയോട് ദുഃഖങ്ങളും അതുപോലെ തന്നെ അമ്മയോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നൈവേദ്യവും അർപ്പിക്കാൻ വേണ്ടിയാണ് ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഇവിടത്തേക്ക്, ഭക്തജനങ്ങൾ ഇവിടെ എത്തുന്നത്. അത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാല വളരെ പ്രസിദ്ധമാണ്. 8 ദിക്കുകളിൽ നിന്നുമുള്ള ജനങ്ങളാണ് ഇവിടത്തേക്ക് വരുന്നത് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി. മണിക്കൂറുകൾക്കകം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ പോകാൻ കഴിയും. പലതരത്തിലുള്ള പൊങ്കാല അർപ്പിക്കുന്ന, വർഷങ്ങളായി പൊങ്കാല അർപ്പിക്കുന്നവരെ നമുക്ക് കാണാൻ കഴിയും. ഇന്നലെ മുതൽ തന്നെ പൊങ്കാല അർപ്പിക്കാൻ വേണ്ടി തീർച്ചയായും അവിടുത്തെ കാഴ്ചകൾ കൂടുതൽ പകർത്തുക. ദേവനമ്പയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ദേവൻ, എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ? ഭക്തജനത്തിരക്ക് എത്രത്തോളമുണ്ട്? ചടങ്ങുകൾ എല്ലാം തുടങ്ങാൻ 9:15 ആകണം. എന്തൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇപ്പോൾ?
അക്ഷരാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഈ തിരുവനന്തപുരത്തുകാരുടെ ഒരു ഉത്സവത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഇനി അടുത്ത മണിക്കൂറുകളെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും ഞാനിപ്പോൾ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പുറത്ത് തന്നെ കോമ്പൗണ്ടിന് സമീപത്ത് തന്നെയാണ്. ഇത്തരത്തിൽ ഇവിടെ ഈ പറയുന്നത് പോലെ ഈ പൊങ്കാല ഇടുക എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഒരു ഭാഗ്യം പോലെയാണ് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ പൊങ്കാല ഇടാൻ സാധിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആദ്യ മണിക്കൂറുകളിൽ ഇപ്പം ഏകദേശം ഒരു 4 മണി മുതൽ തന്നെ ക്ഷേത്ര പരിസരം മുഴുവൻ ഈ പറയുന്നത് പോലെ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഇന്ന് മാത്രമല്ല ഇന്നലെയല്ല കഴിഞ്ഞത് അതിൻ്റെയും തലേ ദിവസം തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ പരിസരത്തേക്ക് എത്തുന്നതും ഇത്തരത്തിൽ ഈ ദേവിയുടെ ഏറ്റവും തിരുമുറ്റത്ത് തന്നെ പൊങ്കാലിടാൻ കഴിയണം ഒരു ആഗ്രഹത്തിൽ ഈ പറയുന്നത് പോലെ ക്ഷേത്രമുറ്റത്തേക്ക് എത്തുന്നതും ഇവിടെ സ്ഥലം പിടിച്ച് ഈ 2 ദിവസം ഇവിടെ കാത്തിരുന്നു കൊണ്ട് ഇത്തരത്തിൽ ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ അതിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കാനായിട്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം ഈ ആറ്റുകാൽ പൊങ്കാലയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പായസം അതുപോലെ തന്നെ തെരളി മണ്ടപ്പുറ്റ് എന്നീ നിവേദ്യങ്ങളാണ് പ്രധാനമായിട്ടും ദേവിക്ക് അർപ്പിക്കുന്നത്. ആദ്യം ഈ മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ മണ്ടപ്പുറ്റിൻ്റെയും ഒപ്പം തന്നെ തെരളിയപ്പത്തിൻ്റെയും എല്ലാം തന്നെ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഒരുക്കാനും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒക്കെ ആയിട്ടാണ് ഈ ഭക്തജനങ്ങൾ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. പിന്നീട് 9 മണിയോടുകൂടി ആയിരിക്കും ഈ പൊങ്കാല പായസം നിർമ്മിക്കുന്നതിൻ്റെ ചടങ്ങുകളിലേക്കെല്ലാം തന്നെ കടക്കുന്നുണ്ടായിരിക്കുന്നത്. ഏതായാലും ചേച്ചി എവിടുന്നാണ് വരുന്നത്? മൂന്നിൻമൂട്. അതെവിടെ? കൊല്ലം. അപ്പൊ ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നോ? ഇന്നലെ ഉച്ചയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് അപ്പൊ ഇവിടെ നിൽക്കുവാണോ? ശരി. എല്ലാ വർഷം വരാറുണ്ടോ പൊങ്കാലയിടാൻ? 6ാമത്തെ തവണയാണ്. ഈ വീണ്ടും പൊങ്കാലയിടാനായിട്ട് എത്താനുള്ള ഒരു കാര്യം എന്താണ്? നല്ല അനുഭവങ്ങൾ കിട്ടുന്നവരെ വരുന്നു. നല്ലത് മാത്രം അമ്മ തരുന്നുണ്ട്. ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നത്? എല്ലാവരോടും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത് അല്ലേ? അതും മറ്റൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ദൂര സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് സമീപ ജില്ലകളിൽ. ഇപ്പോൾ ഞാൻ വരുന്നത് കൊല്ലത്തു നിന്നാണ്. അപ്പോൾ എനിക്കറിയാൻ കഴിയും ഇത്തരത്തിൽ കൊല്ലത്തു നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം മുൻപേ തന്നെ ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ബന്ധുക്കളും ഒപ്പം തന്നെ അയൽവക്കത്തുള്ള എല്ലാവരും ചേർന്നൊരു വണ്ടിയിലൊക്കെ ആയിട്ട് ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്തേക്ക് എത്തും. പിന്നീട് ഇവിടെ ഈ പറയുന്ന പോലെ 2 ദിവസം കഴിഞ്ഞുകൊണ്ടാണ് ഈ പറയുന്ന പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ നടത്തുന്നതും. അമ്മ ഈ പായസം മാത്രമേ ഉള്ളൂ ഇന്ന്? പായസം മാത്രമേ വെക്കണുള്ളൂ. സാധാരണ ഈ മണ്ടപ്പുറ്റ് തെരളി അങ്ങനത്തെ നിവേദ്യങ്ങളോട് അർപ്പിക്കാറില്ലേ? ഇല്ല, അവര് തിരുവനന്തപുരംകാരൊക്കെ ചെയ്യായിരുന്നു. എവിടുന്നാ വരുന്നപ്പം? തൃശ്ശൂരിൽ നിന്ന് എത്തിയതാ? മിനിഞ്ഞാന്ന് തൊട്ടപ്പോ ഇവിടെ ഉണ്ട്. അപ്പം ഈ സ്ഥലം പിടിക്കാനും താമസ സൗകര്യത്തിനും ഒക്കെ നമ്മൾ തന്നെ വന്നിട്ട് കണ്ടുപിടിച്ചു. ഇവിടെ ആരെങ്കിലും സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, നമ്മൾ തന്നെ. മിനിഞ്ഞാന്ന് തന്നെ എത്തി, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം 2 ദിവസമായിട്ട് അമ്പലത്തിന്റെ മുറ്റത്ത് തന്നെ ഉണ്ട്. അത് ശരി. അപ്പൊ എല്ലാ വർഷം വരാറുണ്ടോ? ഒരു 8 വർഷമായിട്ട്. 8 വർഷമായിട്ടപ്പോ ഇങ്ങനെ തന്നെ തൃശ്ശൂരിൽ നിന്ന് വന്ന് പൊങ്കാലിട്ട് പോകാറുണ്ട്. ഒറ്റയ്ക്കാണോ വന്നത് അതോ ആദ്യമായിട്ടാണോ പൊങ്കാലിടാൻ? ആദ്യമായിട്ടാണ് പൊങ്കാലിടാൻ വരുന്നത്. അപ്പൊ ഈ മുൻപേ പറഞ്ഞു കേട്ട അനുഭവമൊക്കെ വെച്ചിട്ടായിരിക്കും അല്ലേ? ആക്ച്വലി കുറെ നാളായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ വരാൻ പറ്റിയത് ഇപ്പോഴാണ്. ഭയങ്കര ഹാപ്പിയാണ് അത് കാരണം. എങ്ങനെയുണ്ട് ഇപ്പൊ ഈ 2 ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്നു തിരുവനന്തപുരത്തപ്പം? ഈ പൊങ്കാലയുടെ ഈ തലേന്നത്തെ ഇന്നലത്തെ ചടങ്ങുകളൊക്കെ കണ്ടിട്ടില്ലായിരുന്നു? ഉത്സവം അതിന്റെ ബഹളങ്ങളും ഒക്കെ അതൊക്കെ ഇപ്പൊ കണ്ടിട്ട് എന്ത് തോന്നി? പൊങ്കാല എന്ന് പറയുമ്പോൾ ഇത് ഭയങ്കര ഒരു ഭക്തിസാന്ദ്രമായ ഒരു ഇതായിട്ടാണ് തോന്നണത്. പക്ഷെ ഇവിടെ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ ടയേർഡാണ് 2 ദിവസം കൊണ്ട്. പിന്നെ ഈ അടുപ്പും പിന്നെ എല്ലാവരും തമ്മിലുള്ളൊരു മിംഗ്ലിംഗ് ഒക്കെ ഇത്തിരി ഭയങ്കര ടഫായിരുന്നു. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? സൗകര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ്. എന്നാലും ഇത് കൂടി കഴിഞ്ഞ് കിട്ടിയാൽ ഓക്കെ ആയിരിക്കും. താങ്ക് യു. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പറയുന്നതുപോലെ തൃശ്ശൂരിൽ അടക്കമുള്ള ഭക്തജനങ്ങളാണ് ആറ്റുകാലിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം ഇവരെല്ലാവരും തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവരെ ഏറ്റവും ആതിഥ്യ മര്യാദയോടുകൂടി തന്നെ സ്വീകരിക്കുക എന്നുള്ളത് കൂടി തിരുവനന്തപുരത്തുകാരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ള താമസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക, ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. പ്രത്യേകിച്ചും നമുക്കറിയാം ഇനിയിപ്പോൾ അടുത്ത മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോഴത്തേക്കും കാലാവസ്ഥ വലിയ രീതിയിൽ മാറും, വലിയ ചൂടായിരിക്കും ഇവിടെ എല്ലാം തന്നെ. പക്ഷേ ഈ പറയുന്നത് പോലെ അമ്പലത്തിൻ്റെ മുറ്റത്ത് മാത്രമല്ല അവിടെ റോഡിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാം തന്നെ ഇത്തരത്തിൽ വലിയ ചൂടായിരിക്കും. അവിടെ എല്ലാം തന്നെ ഈ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ളവും ഒപ്പം തന്നെ ഭക്ഷണ സാധനങ്ങളും എല്ലാം തന്നെ ഒരുക്കിക്കൊണ്ട് സന്നദ്ധ സംഘടനകളും വിവിധ റെസിഡൻസ് അസോസിയേഷൻസിന്റെ സംഘടനകളും എല്ലാവരും തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ തീർച്ചയായും ദേവൻ, അതെ, നാടിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ എത്തുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ തിരുവനന്തപുരത്തിന്റെ തലസ്ഥാന നഗരിയുടെ ഒരു ഉത്സവം കൂടിയായി മാറുകയാണ്. ദേവനും പിയും സനിസയുമാണ് തിരുവനന്തപുരത്തു നിന്നും പൊങ്കാല വിശേഷങ്ങൾ നൽകിയത്.